മനഃപൂർവ്വം മെസ്സേജിന് മറുപടി തരാതിരിക്കുകയാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. എനിക്കൊരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ആർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. എനിക്ക് ഒരാൾക്കായിട്ട് മറുപടി കൊടുക്കാനും പറ്റൂല. എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ തിരിച്ച് മറുപടി കൊടുത്തൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പം മറുപടി കൊടുക്കാൻ നിൽക്കുക വെച്ചാൽ നല്ലൊരു സമയം മൊബൈൽ ഞാൻ ചിലവഴിക്കേണ്ടി വരും. ആ സമയം ചിലവഴിക്കാൻ എൻ്റെ കയ്യിലില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ എന്ന് വെച്ചാൽ എന്നോട് ഫോണിൻ്റെ സ്ക്രീൻ കുറച്ച് കുറയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാതിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ദിവസം എത്ര സമയം മൊബൈൽ ചിലവഴിക്കണം എന്നുള്ളത് ഞാൻ മുൻകൂട്ടി കണ്ടുവെക്കുന്ന ഒരാളാണ്. ഇത്ര സമയം മൊബൈൽ ചിലവഴിക്കണം, അല്ലെ ഇത്ര സമയം വരയ്ക്കണം, ഇത്ര സമയം വീട്ടുജോലി എടുക്കണം, അല്ലെ ഇത്ര സമയം പിള്ളേരുടെ കൂടെ, അതൊക്കെ ഞാനിങ്ങനെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷനിൽ അപ്പുറം ഞാനൊരു സമയം ചിലവഴിക്കുമ്പോൾ എല്ലാം തലകുത്തനെ മറഞ്ഞു പോകുന്നൊരു സാഹചര്യം വരും. ഇപ്പം ഒരു ഉദാഹരണം പറയാ വെച്ചാൽ, ഞാനിപ്പം 8 മണിക്ക് എഴുന്നേക്കാൻ വിചാരിച്ച് ഞാൻ 9 മണിക്കാണ് എഴുന്നേക്കുന്നത് വെച്ചാൽ ആ ഒരു ദിവസത്തിൽ തന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ തല തിരിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറയാച്ച മെസ്സേജിന് മറുപടി തരാതിരിക്കുന്നത്. ഒരുപാട് മെസ്സേജുകൾ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. ഈ മറുപടി തന്നില്ല എന്ന് പറയുമ്പോഴും എന്തിനുള്ള മറുപടിയാണ് എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്ക് മെസ്സേജ് ചെയ്ത പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നെ ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുന്ന, അല്ലെ ഒറ്റൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണിത്. എന്താ വെച്ചാൽ 2 ദിവസം മുമ്പ് മദേഴ്സ് ഡേക്ക് ഞാനിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടിയേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലേ ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ സുഹൃത്ത് ഇങ്ങനെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് അവന് ഇങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് മെസ്സേജിന് മറുപടി കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സേജിന് തന്നെ. അപ്പോൾ ഇങ്ങനെ സുഹൃത്തിന് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ ആളുടെ അവസ്ഥ എന്താണ്, ആൾ ഓക്കെ ആണോ, പോയി കണ്ടിട്ടുണ്ടായിരുന്നോ, അങ്ങനെ അങ്ങനെ കുറേ ചോദ്യങ്ങൾ എനിക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചിലരൊക്കെ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു കുറ്റിയാടി കോഴിക്കോട് ബസ് എന്ന് കേട്ടപ്പോഴേക്ക്. അത് അരുൺ ആവണേ എന്ന് ചിന്തിച്ചവരും സന്തോഷിച്ചവരുമുണ്ട്. അതും ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ സന്തോഷ പ്രകടനങ്ങൾ ചിലർ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സന്തോഷിക്കേണ്ട, അത് അരുണല്ല. അതിപ്പം വണ്ടിയാണ്. ഞാൻ അതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ടിയാണ്. നമ്മളിപ്പം തട്ടൂല മുട്ടൂല എന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും റോഡുമിലേക്ക് ഇറക്കാൻ പറ്റൂല. നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോയാലും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരൻ്റെ ഒരൊറ്റ മിസ്റ്റേക്ക് മതി, അത് ആര് തന്നെ ആയിക്കോട്ടെ. ഡ്രൈവിംഗ് സ്കൂൾ എന്നൊക്കെ എപ്പോഴും പറയുന്ന, അല്ലെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ആരും പെർഫെക്റ്റ് ഡ്രൈവർ ഇല്ല, ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് അരുണിനോ എനിക്കോ നാളെ എന്തെങ്കിലും സംഭവിക്കില്ല എന്നൊന്നും ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ടൊന്നും പറയാൻ എനിക്ക് പറ്റൂല. ഞാൻ ഒരിക്കലും പറയില്ല. ഒരു പൂച്ച വട്ടം ചാടിയാൽ മതി, നമ്മുടെ എല്ലാവരുടെയും അഹങ്കാരം അവിടെ തീരും. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഏത് സമയം എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ വാഹനം ഓടിക്കാവുള്ളൂ. അത് എല്ലാവർക്കും, വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. വീട്ടിൽ കുത്തിരിഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കുന്ന കുറച്ച് സ്ത്രീകൾക്ക് അവർക്കിത് അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അരുണാണെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ സന്തോഷിച്ച്, അയ്യോ അവരുടെയൊക്കെ സന്തോഷം കെട്ടുപോയേ, എന്താണെന്നറിയോ. അപ്പോൾ ഇതിപ്പം പറയാച്ചാൽ എൻ്റെ ഫ്രണ്ടിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ ആണ് എന്ന് പറയാൻ ആള് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വളരെ ഡൗൺ ആണ്. മുറിവുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എവിടെയൊക്കെ
എവിടൊക്കെ ഞാൻ പറഞ്ഞ് ചിരിക്കുകയും ചെയ്യും, വേറെ സുഹൃത്തുക്കളോട് പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു, എവിടൊക്കെ പെയിൻറ് പോകാവോ അവിടൊക്കെ പെയിൻറ് പോയി എന്ന് പറഞ്ഞ് തമാശ രൂപത്തിൽ നമ്മൾ പറഞ്ഞ് ചിരിക്കും. നമുക്ക് അപ്പോൾ ആ ഒരു ഓപ്ഷനേ ഉള്ളുമായിരുന്നു. അല്ലാതെ ഞാൻ അവിടെ കിടന്ന് കരങ്ങി വച്ചാൽ അവൻ ആകെ ഡൗൺ ആയി പോകുമെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ആക്സിഡൻറ്റ് കേസിൻ്റെ കൂടെ പോകുന്നത്. അല്ലേ ഇങ്ങനെ വേറെ എന്തോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ നിന്നത് എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഹോസ്പിറ്റലിലാണ്. പക്ഷെ ഉമ്മാക്ക് ഈ പറഞ്ഞതോണം ബ്ലഡ് വരുന്നതോ അങ്ങനെ കാര്യങ്ങളൊന്നും കാണാതിരിക്കട്ടെ, കണ്ടിട്ടില്ല. പിന്നെ എനിക്കാണെങ്കിലും തലവേദന അങ്ങനത്തെ പിടിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് മുമ്പ് കേട്ടോ, ഇപ്പം അങ്ങനെ ഉണ്ടാവാറില്ല. പലരും എൻ്റെ കൈമ ചോദിക്കാറുണ്ട് ഇഷ്ടം പോലെ ഈ വരകളും കുത്തുകളും പുള്ളികളും ഒക്കെ ഉണ്ടല്ലോ എന്ന്. അതെന്താ വെച്ചാൽ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഈ പിന്നെ ഫ്രെയിം ചെയ്യാൻ ഞാൻ സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്യൽ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്യൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഫസ്റ്റിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഈ ഷീറ്റിൻ്റെ അളവ് വിളിച്ച് പറഞ്ഞു കൊടുക്കുക ചെയ്യുക ഈ ഫ്രെയിമിൻ്റെ ഷോപ്പിലേക്ക്. അപ്പോൾ എനിക്ക് ബൾക്കായിട്ട് അവർ ഫ്രെയിം മേടിച്ച് തരിക ചെയ്യുക. അപ്പോൾ ചിലത് ഇവർ ഷീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പോയിൻ്റൊക്കെ അധികം വരുന്ന സമയത്ത് ഷീറ്റിൻ്റെ ആൾക്കാർ അതങ്ങ് വിട്ടേച്ചിട്ട് ആ പോയിൻ്റോട് കൂടെ നമുക്ക് തരും. അപ്പം ആ സമയത്തൊക്കെ ഈ ഷീറ്റ് വലുതും ഫ്രെയിം ചെറുതും ആകുന്ന സമയത്ത് ഇതെന്ത് ചെയ്യണം എന്നൊരു പിടുത്തവും കിട്ടില്ല. അപ്പോൾ എന്താക്കും, മറ്റേ ചെറിയ കത്തി എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ ചെത്തിയെടുക്കുന്ന ആ ഒരു ചെത്തിൽ ഒന്ന് തെന്നിപ്പോയാൽ നേരെ കൈക്കാണ്. നമ്മൾ കൈയാണല്ലോ ഒരു ബലത്തിന് വേണ്ടിയിട്ട് കൊടുക്കുക. അങ്ങനെ ബ്ലഡ് വരുമ്പോഴും ഞാൻ അതിന്മേലേക്ക് നോക്കാറില്ല കേട്ടോ. അയ്യോ നമ്മളെ കൈ മുറിഞ്ഞാൽ പെട്ടെന്ന് കെട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകും. ഒരുപാട് സ്റ്റിച്ചൊക്കെ എനിക്ക് ഒരുപാട് പ്രാവശ്യം സ്റ്റിച്ചിട്ടിട്ടുണ്ട് കേട്ടോ കൈക്കൊക്കെ. ഒരിക്കൽ അരുണ് ഈ കൈ മുറിഞ്ഞ പാടക്ക് കൈ കെട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ചിടണം എന്ന് പറഞ്ഞു. അപ്പോൾ അരുണ് ആയിക്കോട്ടെ സ്റ്റിച്ചിടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ നേഴ്സിനെ വിളിക്കാൻ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ഞാൻ നിന്നോളും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ഇങ്ങനെ കൈ മറ്റേ ഇത് ഗ്ലൂക്കോസ് വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് ഇതാക്കില്ല. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല കേട്ടോ. കുറച്ചും കൊണ്ട് കഴിഞ്ഞപ്പോൾക്ക് ദീം തരികിടത്തോ തേ കിടക്കുന്ന അരുണ് തായ. അവൻ ആ മുറിവിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അവൻ്റെ ബോധം പോയി. പിന്നീട് എനിക്ക് കൈ മുറിഞ്ഞാൽ ഒരിക്കലും അവൻ ആ ഡ്രസ്സിങ് റൂമിൻ്റെ അകത്തേക്ക് കയറ്റാറില്ല കേട്ടോ. അതേപോലെ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഇവനെ കണ്ടപ്പോൾ ഇവന് ആണ് വൈറ്റ് കളർ ഷർട്ടാട്ടത്, ഒരു ലൈറ്റ് ബ്ലൂ കളർ ജീനും. അപ്പം ഇവനെ ഫസ്റ്റ് ഇങ്ങോട്ട് കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി. ചോരയെ കുളിച്ച് നിൽക്കുകയാണല്ലോ. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം വേറെ എല്ലാവരും ബസ്സിലെ ഡ്യൂട്ടിയിലാണ്. ആർക്കും അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരെത്തുന്ന ആ ഒരു സമയമുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ ഞാൻ അധികം അവൻ്റെ അടുത്തേക്കേ ഞാൻ നോക്കുന്നില്ല. നോക്കിയാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ ബോധം കെട്ട് വെക്കുമെന്ന്. അപ്പം കൂടെ ആംബുലൻസിൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇക്കാണോ ഏട്ടനാണോ എന്ന് ഇപ്പം എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇക്കാന്നാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഇക്ക, ഞാൻ ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പർ ഞാൻ എവിടെ പോയാലും അരുണിൻ്റെ നമ്പറാട്ടോ കൊടുക്കാറ്. കാരണം ഞാൻ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പേഴ്സണൽ നമ്പർ എല്ലായിടത്തും കൊടുത്തിടേണ്ട ആവശ്യമില്ല. പേഴ്സണൽ നമ്പർ എന്ന് വെച്ചാൽ അത്രക്ക് എൻ്റെ ഫാമിലിക്കും എൻ്റെ മക്കൾക്കും വിളിക്കാനല്ലാതെ പുറത്തൊരാളുടെ കയ്യിലും എൻ്റെ പേഴ്സണൽ നമ്പർ അങ്ങനെ കൊടുക്കാറില്ല. ഇനിയും അത്രയും അത്യാവശ്യം എന്ന് വെച്ചാൽ ചിലർ വീട്ടിൽ വന്ന് ഫോട്ടോ മേടിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് വീടിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെയൊക്കെ അത്രക്ക് എമർജൻസി ആണെന്ന് തോന്നിയാൽ മാത്രമേ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ലാതെ എവിടെയും ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാറില്ല. അപ്പം ഞാൻ ആ അയ്യക്കാരനോട് പറഞ്ഞ് ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈവൻ ഞാൻ ബോധം പോയാൽ ആ നമ്പറിലേക്ക് വിളിക്കണം കേട്ടോ. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല വൈറ്റ് ഷർട്ടിലേക്ക് ബ്ലഡ് ആയാലുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ആകെ
എന്താ പറയുക, ഞാൻ ആകൊരു തരിപ്പിൽ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ എങ്ങനെയാ ആ ഒരു ദിവസം കഴിച്ചു കൂട്ടിയത്. എന്തോ കരയരുതെന്ന് മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് വെച്ചാൽ മതി. കാരണം ഞാൻ കരഞ്ഞ അവൻ ഡൗൺ ആയിപ്പോയി, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം കരയാതെ മനക്കെട്ടിയോടെ നിൽക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീട്ടുകാർ വരുവോളും, വീട്ടുകാർ എന്താണ് എന്തോ പ്രകടനവും അതിൻ്റെ കൂടെ ബസ് തട്ടീൻ്റെ അതും എല്ലാം കൂടിയായിട്ട് ഭയങ്കര ബ്ലോക്കായിട്ട് അവരാണ് എത്താനും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മുറിവുകളും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല, അതന്നെ ഭയങ്കര ഭാഗ്യം. അപ്പം മുറിവുകളുണ്ട്, സ്റ്റിച്ചിട്ട കുറച്ച് മുറിവുകളുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ അവന് കുഴപ്പമില്ല. പിന്നെ മെൻ്റലി അറിയാമല്ലോ കുറച്ച് വിഷയം ഉണ്ടാവും. നമ്മൾ ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഒന്ന് പാനിക്കാവും, ആരായാലും ആവുമല്ലോ. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അവൻ ആരാന്നോ അവൻ എന്താന്നോ അവനെ നിങ്ങളാരും കണ്ടിട്ട് പോലും ഇല്ല. എന്നാൽ പോലും ഇത് കേട്ടപ്പോൾ പിന്നെ ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇനി അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്കിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോൾ. അപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ ഉള്ള മറുപടി എനിക്ക് തരാം. പക്ഷെ അത് 10 കൂടുതലും 15 കൂടുതലൊക്കെ ആകുമ്പോൾ റിപ്പീറ്റ് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അത് മോശമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. കാരണം വീഡിയോ കണ്ടിട്ടാണല്ലോ അവന്, വീഡിയോ ഇങ്ങനെ ആൾക്കാർ കാണുന്നതിനനുസരിച്ച് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ പബ്ലിക്കാക്കി കൊടുത്തിരിക്കുന്നതാണല്ലോ. അപ്പം ഇങ്ങനെ മെസ്സേജ്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടാൽ ഈ വീഡിയോ കാണുന്ന ആൾ അതും കാണില്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ സത്യം പറയാച്ച മെസ്സേജിന് മറുപടി തരാത്തത്. അപ്പോൾ അവന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊന്നും എന്തായാലും ഓക്കെ ആവില്ലല്ലോ, പക്ഷെ ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. പറഞ്ഞല്ലോ മാനസികമായിട്ടുള്ള ഇഷ്യൂസൊക്കെ റെഡിയായി വരുന്നുണ്ട്. അത് പറയാനോ ഞാൻ രാവിലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ രാവിലെ വരയ്ക്കാനുണ്ടായി, അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ ഞാൻ വരയ്ക്കാത്തൊരു സൈസ് എന്നല്ല, ഞാൻ 5000-ൻ്റെ ഫോട്ടോ വരച്ച് പിന്നെ അടുത്ത സൈസ് 10,000-ൻ്റെതായിരുന്നു. അപ്പോൾ എനിക്കൊരു ടാസ്ക് എന്ന പോലെ 5000-ൻ്റെയും 10,000-ൻ്റെയും നടുക്കായിട്ട് ഒരു 8,000 രൂപ വരുന്നൊരു ഫോട്ടോ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു. അപ്പോൾ അവർക്ക് കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടീഷനൊക്കെ കേട്ട് അതിൻ്റെ ഒരു ഷീറ്റ് നമ്മൾ എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത്, അപ്പോൾ ആ ഒരൊറ്റ ഷീറ്റ് മാത്രമാണ്, ആ ഒരൊറ്റ ഷീറ്റ് മാത്രം ഞാൻ ഈ പറഞ്ഞതുപോലെ കാർ എടുത്തിട്ട് പോയിട്ട് മേടിക്കുക വെച്ചാൽ എനിക്ക് ഒക്കൂല. അപ്പം ഞാൻ എന്താക്കി ബസ്സിന് കയറി നോക്കുമ്പോൾ മക്കളെ, ഇവിടെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒടുക്കമത്ത മഴ. സത്യം പറയുന്നത് വെച്ചാൽ ഞാനിപ്പോഴും നനഞ്ഞ് ചീഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്താളട്ടെ. കാര്യം എന്താ വെച്ചാൽ വീട്ടിൽ വന്ന് കയറിയപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല, ഫോണിൻ്റെ മുകളിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാ ഫോണിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഫോണിൽ നമുക്ക് ലോക്ക് തുറക്കാതെ തന്നെ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ട് എന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ കണ്ടപ്പോഴും എന്നോട് അതിൽ മെസ്സേജ് അയച്ച് ചോദിച്ച ഫ്രണ്ടിനെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എത്രയോ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ, അതിനൊരു മറുപടി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു വീഡിയോ ചെയ്തിടാം. അപ്പോൾ ആ നനഞ്ഞ മുട്ടിന് താഴോട്ടൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ നനഞ്ഞതിൽ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യട്ടെ. അത് കാണുന്നവർ, ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഒറ്റ വീഡിയോ ഇല്ലാതെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കത് കേൾക്കുമ്പോൾ ഒരു സമാധാനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കാണാൻ പോയോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ പോയിട്ടില്ല. എനിക്ക് ഒരു ദിവസം ഉറക്കമൊഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ തെറ്റിപ്പോവും. മെയിനായിട്ട് എനിക്ക് ഉറക്കമൊഴിയരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, മൈഗ്രൈൻ്റെ വിഷയം ഉള്ളതുകൊണ്ട്. അത് പിന്നെയെന്ന് വെച്ചാൽ കാലിക്ക് അന്ന് ഇഞ്ചക്ഷൻ മാറി കുത്തിയൊരു വിഷയം എനിക്കുണ്ട്. അപ്പോൾ അതിന് കാല്
നേരം വെളുക്കുമ്പോഴേക്ക് വീങ്ങി വന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ പോകുന്നത്. പിന്നെ മൈഗ്രൈൻ്റെ വിഷയവും കാലിൻ്റെ വിഷയവും എല്ലാം കൂടി ആയതുകൊണ്ട് ഞാൻ 2 ദിവസം ഫുള്ള് ഞാൻ റെസ്റ്റ് എടുത്തതാണ്. ഇന്നപ്പം ഞാനൊന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്തുണ്ട് ബസ്സിൽ തന്നെ. അപ്പോൾ അവൻ പറഞ്ഞു, നാളെ നീ അങ്ങോട്ട് വാ, നമുക്ക് അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം നാളെ ചിലപ്പോൾ ഒന്ന് പോയിട്ട് കാണണം. അവനെ മാത്രമല്ല, ബസ്സിലെ കണ്ടക്ടറെ ഒന്ന് പോയിട്ട് കാണണം. അപ്പം അങ്ങനെയാണ്. പിന്നെ അതിൽ ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയാണ്, മനഃപൂർവ്വം ആർക്കും വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യൂലല്ലോ. അപ്പം മനഃപൂർവ്വം ചെയ്തതാണെന്നും വിചാരിക്കരുത്. കാര്യം എന്താ വെച്ചാൽ അവനും പരിക്ക് പറ്റുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അത് മനഃപൂർവ്വമല്ല നമ്മൾ ഇതാക്കി. ആരും എന്താ വെച്ചാൽ ആരും സ്വയം വേദനിപ്പിക്കാൻ ഇതാക്കൂലല്ലോ. അതുകൊണ്ട് പരിക്ക് പറ്റിയോളൂ ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നെട്ടിലും ബോൾട്ടിലും ഓടുന്ന സാധനം ഒന്നും പ്രവചിക്കാൻ പറ്റൂല. ഒരു കാര്യം, അത് ബസ് എന്നില്ല, ഏതൊരു വാഹനമാണെങ്കിലും അതിന് നമ്മൾ എപ്പോഴാണ് എന്താ പറയുക, വണ്ടി എവിടുന്ന എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ 22 ആൾക്ക് പരിക്കുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഡ്രൈവർക്കും കണ്ടക്ടർക്കും കൂടി അടക്കാട്ടോ. അപ്പോൾ അങ്ങനെയാണ്. എല്ലാവരും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ഈ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ ബസ്സിലെ ഡ്രൈവറാണെങ്കിലും കണ്ടക്ടറാണെങ്കിലും അതേപോലെ പാസഞ്ചേഴ്സ് ആണെങ്കിലും ഓപ്പോസിറ്റുള്ള പിന്നെ ലോറിയിലെ ഡ്രൈവറാണെങ്കിലും പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ആക്സിഡൻ്റ് ആയതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന ലോറിയും ഒരു ബസ്സിനെ പാസ് ചെയ്തിട്ട് കയറിയതാണ്. അപ്പോൾ ഇവനും ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇവനും നേരെയാണ്, ലോറിയും നേരെയാണ്. ലോറിക്കാരന് കളിപ്പിക്കുകയാണെന്നെങ്ങാണ്ട് വിചാരിച്ചിട്ട് നേരെ അങ്ങ് പിടിച്ചും കൊടുത്തു. അപ്പോൾ തട്ടി വന്നപ്പോൾ രണ്ടാളും റോങ് സൈഡിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. തട്ടിയ ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ ആരും വീഡിയോ എടുത്തിട്ട് വണ്ടി റോങ് സൈഡിലേക്കല്ലേ, പിന്നെ നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞ് എന്നൊക്കെ ചോദിക്കുക. അതല്ല കേട്ടോ, ക്യാമറ ഉള്ളതാണ്, ബസ്സിലൊക്കെ ക്യാമറ ഉള്ളതാണ്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ക്യാമറ ഉള്ളതുകൊണ്ട് ഇപ്പം പഴയതുപോലെയല്ല, നമുക്കൊക്കെ വലിയ ഉപകാരമാണ് ക്യാമറ ഉള്ളത്. അപ്പം അങ്ങനെയാണ്. ഏതായാലും ചോദിച്ച ആൾക്കാർക്കൊക്കെ മറുപടി കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ബൈ പറയണം. ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മറുപടി തരാൻ വേണ്ടിയിട്ട്. വരും ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ. അപ്പോൾ ബൈ.